നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കാട്ടാക്കട കിള്ളിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമെന്ന് പരാതി. വീട്ടിൽ വന്ന് ഞാനും 2 മക്കളും ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇരുന്നത്. സത്യമാണ് പറയണത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ മോൻ്റെ പോയിട്ട് ആരും വന്നോ, ഞാൻ പറഞ്ഞു ഞാൻ നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി ഇവിടെ ഈ വാതിലിൻ്റെ അവിടെ വന്നപ്പം എന്തായിരുന്നു കേൾക്കുമ്പോൾ എൻ്റെ അമ്മയെ ചേർത്ത് ചീത്തയും വിളിച്ചിട്ട് വീട്ടിനകത്ത് കയറി. ജസാർ എന്ന് പറഞ്ഞ പയ്യൻ എൻ്റെ മോനെ വെട്ടിപ്പിരുത്തി കളയുമെന്നും പറഞ്ഞ് വീട്ടിനകത്ത് കയറി. എന്നെ ഇവിടെ നിന്ന് മറിച്ച് തള്ളിയിട്ടാണ് അകത്ത് കയറിയത്. എന്നെ മറിച്ച് തള്ളിയിട്ട് അകത്ത് കയറി വെട്ടിപ്പിരുത്തി കളയും, ഉമ്മായെയും മക്കളെയും വെട്ടിപ്പിരുത്തി കളയുമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്തൊരു കേസെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മോനെ അടിച്ചിട്ടേ ഞങ്ങൾ മാറുള്ളൂ, വെളിയിലിറങ്ങാൻ പറ്റില്ല, ഭയങ്കര വധഭീഷണിയായിരുന്നു. എന്നെ വിളിച്ചവർ. അപ്പോൾ രണ്ടാമതാണ് ചന്തു എന്ന് പറയണവനും സൽമാൻ എന്നും പറഞ്ഞവനും കൂടെ വീട് കയറി വന്ന് എന്നെ പള്ളു വിളിക്കുക നിൻ്റെ മോനെ വിട്ട് തന്നില്ലെങ്കിൽ നിന്നെയും കൊല്ലും നിൻ്റെ മക്കളെയും കൊല്ലൂ എന്നും പറഞ്ഞാണ് ഭയങ്കര ബഹളമായിരുന്നത്. അകത്ത് വരെ കയറി, അഹം വരെ കയറി. എനിക്കറിയാം. സൽമാനും ജസാറും ചന്തു എന്ന് പറയുന്ന കിരണുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ഒരു നിസാം എന്ന് പറയുന്ന പയ്യൻ അവിടെയാണ് നിന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടെ, അവൻ ഓട്ടം പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവനാണ് ഈ കൊട്ടേഷൻ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയതാണെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആളുകളുണ്ട് എന്നും പറയുന്നു. ഒരു 16 വയസ്സായ കൊച്ചിനെ ഈ ജസാർ എന്ന് പറയുന്ന പയ്യനുമായിട്ട് എന്തോ മോശമായി സംസാരിക്കുകയും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ചേട്ടൻ അടിക്കാൻ പോയപ്പോൾ ചോദിക്കാൻ പോയപ്പോൾ ആ കൊച്ചിൻ്റെ കഴുത്തിൽ ഷോളറിലുമൊക്കെ പിടിച്ച് നിൽക്കുകയോ പറക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ യൗമാരൊരു കല്യാണത്തിന് പോകാൻ പോയടത്ത് 2 പയ്യനുമായിട്ട് കല്യാണത്തിന് പോകാൻ പോയടത്ത് വെച്ചാണ് എന്തെന്നും പറഞ്ഞ് ജംഗ്ഷനിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഈ അടി എന്ന് പറഞ്ഞാൽ അവർ നോക്കിയിട്ട് അവർ വണ്ടിയെടുത്ത് പോവുകയും ചെയ്യും. ഇതാണ് സംഭവം നടന്നത്. പക്ഷേ എൻ്റെ അതിലില്ലേം താനും നിരപരാധിയുമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ കയറി വന്നതിനുള്ള കേസാണ് ഞാൻ അന്വേഷിക്കുകയും ചെയ്തത്. എൻ്റെ മക്കളെ ഭീഷണി അതും പോയിട്ട് ഞാൻ കാട്ടാക്കട സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ട് വരണ വഴിയിൽ എൻ്റെ മൂത്ത മോനെ ചേർത്ത് നിർത്തി അടിക്കുകയും ചെയ്തു. അതടിച്ച ആൾ അബു എന്ന് പറയുന്ന ആളും അതിൽ പറയത്തക്ക കുറേ സംഘങ്ങളുമുണ്ട്. അബു എന്നാണ് പിടിച്ചു വെച്ചിരുന്നത്. എൻ്റെ മോൻ പറഞ്ഞു അബു ഈ നിസാദ് എന്ന് പറയുന്ന ചെറുക്കനുമാണ് എൻ്റെ മോനെ അടിച്ചത്, ഇവിടെ ഷോളറിലേക്ക് അടിച്ചു കൊടുത്തതെന്ന് പറയണം. അതെന്ന് വെച്ചാൽ വീട്ടിൽ കേസ് എടുക്കാൻ വീട്ടിൽ കയറി എൻ്റെ ഭർത്താവ് വിദേശത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്നത് കൊണ്ട് അവൻ എന്നെയും കേസ് കൊടുത്തിട്ട് നിൻ്റെ ഉമ്മായും കൊണ്ട് നീ കേസിന് കൊടുക്കാൻ പോയാന്നും പറഞ്ഞാണ് എൻ്റെ മോനെ ഉപദ്രവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ പറയണത് വധഭീഷണിയാണ് പറയണത്, നിൻ്റെ മോനെ വെട്ടിയിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നത്. കാട്ടാക്കട കിള്ളിയിൽ ശനിയാഴ്ച നടന്ന പ്രാദേശിക വിഷയത്തിൽ ക്രിമിനൽ സംഘം നേതാവും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുടെ നേതൃത്വത്തിലാണ് 5 അംഗ സംഘം കിള്ളി പ്രദേശത്തെ ആണുങ്ങളില്ലാത്ത വീടുകൾ നോക്കി കഞ്ചാവിന്റെ ലഹരിയിൽ വീടുകൾ തല്ലിത്തകർക്കുകയും സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്തതായി കാട്ടാക്കട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പാലത്തിന്റെ അവിടെ നടന്ന പരിപാടി അതിന്റെ തുടർച്ചയായിട്ടാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ ആരുമില്ല, എന്റെ മോള് മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ആ കല്ലെറിഞ്ഞലും ആ ഗേറ്റിനെ അടിച്ചു പൊട്ടിക്കാനുള്ള എല്ലാ പരിപാടിയും അവർ 5 പേരുണ്ട്. ആ സംഭവമാണ്. അതിനുശേഷമാണ് നമ്മൾ കേസ് കൊടുത്തത്. സംഭവത്തിന് ശേഷം നാട്ടുകാർ ഇടപെടുകയും നാട്ടിൽ ലഹരി മാഫിയയുമായി നടന്ന സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി നിഷാദിന് ആയുധം കൊണ്ട് പരിക്കുപറ്റുകയും ചെയ്തിരുന്നു. കാട്ടാക്കട പോലീസ് കേസ് അന്വേഷിച്ച് നടപടിയെടുത്തു. ഈ പ്രശ്നം SDPI യൂത്ത് കോൺഗ്രസ് വിഷയമാക്കി മാറ്റാനാണ് സാമൂഹ്യ വിരുദ്ധർ ശ്രമിക്കുന്നതെന്നാണ് പരാതി. കുറച്ചു കാലങ്ങളായി ഈ പ്രദേശത്ത് ഒരു വിഭാഗം ചെറുപ്പക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ചാൾക്കാർ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ചില രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുമ്പോൾ അതിൽ പറയേണ്ടത് കേരളം ഭരിക്കുന്ന CPMൻ്റെ ചില ആൾക്കാരുടെ പ്രാദേശിക നേതാക്കളുടെയും ഒത്താശയോടുകൂടി ചില വ്യക്തികൾ ചില വീടുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകളെ ആക്രമിക്കാൻ മുതിരുകയും ഇവിടെ ഇരിക്കുന്ന യുവാക്കളെ, പഠിക്കുന്ന യുവാക്കളെ തെറിയഭിഷേകം നടത്തിക്കൊണ്ട് അവരെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യമാണ്. ഇവർക്ക് സ്റ്റേഷനിലായാലും മറ്റു പൊതുയിടങ്ങളിലും ജനങ്ങളുടെ ഇടയിലും CPM എന്ന പാർട്ടിയുടെ ചില പ്രാദേശിക നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്ന രീതിയാണ് നാം ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. 1 വർഷം മുമ്പ് ഇവിടെ ഒരു സംഭവമുണ്ടായി. ആ സംഭവത്തോടനുബന്ധിച്ച് നടന്ന അന്നത്തെ ഈ അടിപിടിയിലും CPMൻ്റെ ഒരു ഭാഗത്തൊരു ഇടപെടലും ഈ ക്രിമിനലുകളെ സംരക്ഷിച്ചുകൊണ്ട്, ഈ ക്രിമിനലുകളെന്ന് പറയുമ്പോൾ
ആ 1 വർഷം മുമ്പ് അടി നടന്ന കേസിലെ പ്രതികളും ഇന്നലെ അടി നടന്ന കേസിലെ പ്രതികളും 3 മാസം മുമ്പ് ഇവിടെ സംഭവം ഉണ്ടായതിൻ്റെ പ്രതികളെല്ലാം ഒരേ വിഭാഗത്തിലെ ആൾക്കാരാണ്. അവരെല്ലാം സ്ഥിരം ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും തകർത്തുകൊണ്ട് ഈ പ്രദേശത്തെ ചില രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില വ്യക്തിഗതകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതും CPMൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് ഇല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ആവുകയില്ല. കുറച്ച് പയ്യന്മാർ സ്ഥിരമായി ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഈ പയ്യന്മാർ വന്നിരിക്കുന്നത് കിള്ളിയിൽ നിന്നുള്ള കുറേ പയ്യന്മാരാണ് വന്ന് അവന്മാരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഒരു സംവിധാനമാണ്. അവരിവിടെ വന്ന് മര്യാദയ്ക്ക് വന്നിരിക്കും. മര്യാദയ്ക്ക് വന്നിരിക്കുന്നതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കുക. അത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയാണ് ഈ 2-4 പയ്യന്മാർ ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ബൈക്കിനെ എടുത്തെറിഞ്ഞ് അവന്മാരെ അടിക്കാനും ഓടിച്ച് അവന്മാരെ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കാണിച്ചു. ഇവിടെ സ്ഥിരം ഇങ്ങനെ സംഭവം നടക്കാറുണ്ടോ? സ്ഥിരം പിന്നെ ഈ രാഷ്ട്രീയ വൈരാഗ്യമായിട്ട് വരുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന പയ്യന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള പയ്യന്മാരല്ല. ഇവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കും. പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ സമയങ്ങളിലും ഇവിടെ വന്നിരിക്കരുതെന്ന് ഞാൻ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പ്രതികരിച്ച് കഴിഞ്ഞ 2-3 മാധ്യമങ്ങളിൽ ഏറെ ഒരു സംഭവമായിട്ട് ചിത്രീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. വേറെ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അടി നടന്നു. അത് കാട്ടാക്കട എന്നുൾപ്പെടെയുള്ള പയ്യന്മാർ ഇവിടെ വന്ന് പടക്കം എറിഞ്ഞതിനൊന്നും കേസെടുത്തില്ല, പോലീസ് കേസെടുത്തില്ല. എന്നിട്ട് ഇവർ ഒരു സ്ഥിരം ഏർപ്പാടെന്ന് പറയുന്നത് ഈ പയ്യന്മാരോടൊപ്പം ഏതെങ്കിലും 1-2 ഈ SC വിഭാഗത്തിൽപ്പെട്ട പയ്യന്മാർ കാണും. അവരെ ഒന്നും പറഞ്ഞില്ല എങ്കിലും ഇവർ പറയും, പിന്നെ ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ച് തള്ളക്കി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ പോസ്കോ കേസെടുത്തിട്ട് ജാമ്യം കൊടുക്കില്ല. അപ്പോൾ പിന്നെ ഇത് ഒരു 2-3 പ്രാവശ്യം കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടക്കുന്ന സംഭവത്തിലും ഇതുണ്ട്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് നടക്കുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ ഇതൊക്കെ ബന്ധുക്കളൊക്കെ ആണ് പറഞ്ഞു വരുമ്പോൾ, ഇതൊക്കെ ബന്ധുക്കളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയങ്ങളൊന്നും നടക്കാൻ പാടില്ല. അതിനിപ്പോൾ കൂട്ടി വഹിച്ച് അവരൊരു രാഷ്ട്രീയ പാർട്ടിക്കാരല്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. അതിന് SDPയും പിന്നെ കോൺഗ്രസും സംഘടന എന്നും പറഞ്ഞ് നിരന്തരം ഇങ്ങനൊരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് മുൻകൂട്ടി അറിയാം. ഇങ്ങനെ കുറേ ചതിയന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രക്തം കുടിക്കാൻ വേണ്ടി കുറേ ടീമുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് വച്ച് നിർത്തുക. സംഭവ സ്ഥലം വന്ന് അന്വേഷിക്കാതെ പോലെയാണ് പോലീസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു നീതി കിട്ടുന്നില്ല. ആർക്കും ഒരു നീതി കിട്ടുന്ന ഒരാളിന് മാത്രം ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നീതിയാണ് ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം നോക്കിയാണ് ഇവിടെ പലവരും പല രീതിയിലും കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റണം. എന്തായാലും പ്രതികരണം മാറ്റിക്കൊണ്ട് ശക്തമായിട്ട് പോലീസ് ഇതിനു വേണ്ടി നടപടിയെടുക്കണമെന്നാണ് എൻ്റെ എളിയ പ്രവർത്തകൻ്റെ ആവശ്യം. വ്യാജ വാർത്തകൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുന്നയിച്ചാണ് വ്യാജ പ്രചരണം നടത്തിയ ചാനലിനും പത്രത്തിനുമെതിരെ SDPI മണ്ഡലം പ്രസിഡന്റ് ജവാദ് കിള്ളി കാട്ടാക്കട DYSPക്ക് നൽകിയ പരാതി. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് സഹായം നൽകുന്ന രാഷ്ട്രീയക്കാർ നാടിന് അപമാനമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.